ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കങ്ങനെ 8 മാസം പൂർത്തിയായിരിക്കുകയാണ്. 35 വീക്കായി. ഹോസ്പിറ്റൽ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഫസ്റ്റ് നമുക്ക് ബേബിക്ക് വേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെക്കാം. ഇങ്ങനത്തെ ഒരു കവറിലാണ് പാക്ക് ചെയ്ത് വെച്ചത്. ഇങ്ങനെയാണ് നമുക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ് ഈ കവറ്. പിന്നെ ഈ കവറിലുള്ളത് എല്ലാം ബേബിക്ക് വേണ്ട ഡ്രസ്സുകളാണ്. ഇതിൽ അതിൻ്റെ കെട്ടുടുപ്പുകളും അങ്ങനത്തെ എല്ലാം ഈ ഒരു കവറിൽ. പിന്നെ കുഞ്ഞിന് ആവശ്യമുള്ള റിസീവിങ് ബ്ലാങ്കറ്റ് ഉണ്ട്. പിന്നെ നോർമലായിട്ടുള്ള 2 ബ്ലാങ്കറ്റും ഉണ്ട്. പിന്നെ ഉള്ളത് 2 തോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അധികവും ചോദിക്കാൻ ചാൻസ് ഉണ്ട് വെള്ളത്തുണി. അങ്ങനെ 2 വെള്ളത്തുണി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് കുഞ്ഞിൻ്റെ ഈ ഒരു ഡ്രൈ ഷീറ്റാണ്. ഇത് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം അത്യാവശ്യം നമുക്ക് ഉപകാരപ്പെടുന്നതായിരിക്കുന്നത്. ഇത് ഫസ്റ്റ് നമുക്ക് വെക്കാം. പിന്നെ ഉള്ളത് നമ്മളെ വെള്ള തുണിയെല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവില്ലേ, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് വെള്ളത്തുണിയാണ്. അതും നമുക്ക് നെക്സ്റ്റ് വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടില്ല, ഇതെല്ലാം നമുക്കിതിലേക്ക് വെക്കാം. ഫസ്റ്റ് ആവശ്യം വരുന്നത് മേലെ അങ്ങനെയാണ് വെക്കുന്നത്. ആവശ്യമായിട്ട് വരുന്നത് ബേബീൻ്റെ വൈപ്സ് ആണ്. ഇതും ഞാൻ ഇതിൽ തന്നെ വെക്കുകയാണ്. അതിനുശേഷം ബേബീൻ്റെ 2 ഡയപ്പർ വെക്കുന്നുണ്ട്. അതിൻ്റെ സാധനങ്ങളൊക്കെ ഇതിൽ പാക്ക് ചെയ്തു. പിന്നെ ഞാൻ ബേബിക്ക് വേണ്ടി എടുക്കുന്നത് ഫസ്റ്റ് ഒന്ന് ഫീഡിങ് ബാഗാണ്, കേരി ബാഗുമാണ്. ഇത്രയും ഐറ്റങ്ങളാണ് ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. നെക്സ്റ്റ് എനിക്ക് വേണ്ടി എടുക്കുന്നത് നമുക്ക് നോക്കാം. അത് ബെഡ്ഷീറ്റ്, 2 ബെഡ്ഷീറ്റ്, അങ്ങനത്തെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഫീഡിങ് മാക്സി ഉണ്ട്. പിന്നെ നല്ലൊരു ടോപ്പ് വെച്ചിട്ടുണ്ട്. അത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ്. ഇതും നമുക്ക് ഇതിൽ വെക്കാം. ഇത് ഫുള്ള് വരുന്നത് എൻ്റെ ഇന്നർ വെയറാണ്. ഫീഡിങ് ബ്രാ ഉണ്ട്, ഇന്നർ വെയർസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള 2 മാക്സിയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഒന്ന് വൈറ്റ് വാങ്ങിയിട്ടുണ്ട്. ചില ഹോസ്പിറ്റലിൽ നിന്ന് വൈറ്റ് കളറിനെ ചോദിക്കും. പിന്നെ ഇത് മെറ്റേണിറ്റി പാഡാണ്. കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഒന്നിൽ തന്നെ ഒരു 5-6 പാക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ 2 എണ്ണമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ വെച്ചതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് ബേബീൻ്റെ ഡ്രസ്സൊക്കെ കഴുകാനുള്ള ലിക്വിഡാണ്. ബ്രഷ് ഉണ്ട്, സോപ്പുണ്ട്, പിന്നെ ബേബിക്ക് ആവശ്യമായ സോപ്പ്, ഫേസ് വാഷ്, പിന്നെ ഉള്ളത് നെയിൽ കട്ടറാണ്. ഇത് ആവശ്യം വന്നാൽ ഉപയോഗിക്കാനാണ്. അതെല്ലാം കൂടി ഞാൻ ഈ ഒരു ബാഗിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു ബാഗിൽ ചേർപ്പുണ്ട്, പിന്നെ എനിക്ക് ആവശ്യമായിട്ട് നെയിൽ കട്ടർ ഉണ്ട്, പിന്നെ 2-3 ഇത് ഒരു ജോഡി ഷോക്സ് ഉണ്ട്. പിന്നെ ഇതിൽ തന്നെ ഞാൻ വിചാരിക്കുന്നത് ചാർജർ, ഫോണ് അങ്ങനത്തെ എല്ലാം തന്നെ വെക്കാം. അത് ഞാൻ പോകാൻ നേരത്തെ വെക്കും. ഇതെല്ലാമാണ് എനിക്ക് ആവശ്യമായ സാധനങ്ങൾ. ഞാനെല്ലാം വളരെ മിനിമലായിട്ട് എനിക്ക് ആവശ്യമുള്ള മാത്രമാണ് എടുത്തത്. അങ്ങനെ നമുക്ക് ഈ പെട്ടി പൂട്ടാം. ആവശ്യമായ സാധനങ്ങൾ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് ഗ്ലാസ്, പാത്രങ്ങൾ അങ്ങനത്തെ എല്ലാം, അതെല്ലാം ആവശ്യമുള്ളപ്പോൾ നമ്മൾ പോകുന്ന നേരത്തെ എടുക്കാം. പിന്നെ ആവശ്യം വരിക നമ്മളെന്തായാലും മറന്നു പോകാണ്ട് എടുക്കേണ്ട സാധനമാണ് മെഡിക്കൽ എല്ലാ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട്, അത് എല്ലാം എടുത്ത് വെക്കണം. അതെല്ലാം നമ്മൾ പോകാൻ നേരത്തെ എടുത്ത് വെക്കാമെന്നായിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ഇവിടെ കഴിയാണ്. ബൈ.